രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് തന്നെയാണ്. മിക്ക മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെയൊക്കെ തന്നെ എല്ലാ മുന്നണികളും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ അപ്പോഴും കോൺഗ്രസിനുള്ളിൽ ആശയക്കുഴപ്പം തന്നെയാണ് നിലനിൽക്കുന്നത്. റായ്ബറേലിയിലും അമേഠിയിലും ആശയക്കുഴപ്പം തുടരുക തന്നെയാണ് ചെയ്യുന്നത്. 5ാം ഘട്ടം സ്ഥാനാർത്ഥി പട്ടികയിലും ഇരു മണ്ഡലങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട്. ഇരു മണ്ഡലങ്ങളിലും നെഹ്റു കുടുംബം മത്സരിക്കണം എന്നാണ് UP കോൺഗ്രസ് ഘടകത്തിന്റെ നിലപാട്. അതേസമയം രാഹുലും പ്രിയങ്കയും ഇതുവരെയും മത്സരിക്കാൻ താല്പര്യം കാണിച്ചിട്ടില്ല. ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, ഗുഡ് മോർണിംഗ്. ഇനി തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ഇനിയും ഉണ്ടെങ്കിൽ പോലും കോൺഗ്രസിൽ ഇപ്പോഴും ആശയക്കുഴപ്പം തന്നെയാണ് തുടരുന്നത്. എവിടെയൊക്കെ ആരൊക്കെ മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. രാഹുലും പ്രിയങ്കയും UPയിൽ ഇപ്പോൾ അമേഠിയിലും റായ്ബറേലിയിലും മത്സരിക്കില്ല എന്നാണ് പറയുന്നത്. നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രിയങ്ക മത്സരിക്കാൻ ഇറങ്ങേണ്ട ആവശ്യമില്ല, പ്രചരണമൊക്കെ തന്നെ നടത്തിയാൽ മതിയെന്ന്. ഇനി എപ്പോഴായിരിക്കും ഈ ആശയക്കുഴപ്പമൊക്കെ നീങ്ങുക? രജനി, ഇന്നലെ രാത്രിയിൽ പുറത്തു വന്നത് കോൺഗ്രസിന്റെ 5ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ്. പക്ഷേ കോൺഗ്രസിനകത്ത് ഏവരും ഉറ്റുനോക്കുന്ന 2 മണ്ഡലങ്ങൾ നേരത്തെ രജനി ചൂണ്ടിക്കാണിച്ചത് റായ്ബറേലി, അതോടൊപ്പം തന്നെ അമേഠിയാണ്. പക്ഷേ ഈ 5ാം ഘട്ട പട്ടികയിലും റായ്ബറേലിയും അമേഠിയും കോൺഗ്രസ് ഒഴിവാക്കിയിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയമാകുന്നത്. ഈ 2 മണ്ഡലങ്ങൾ സംബന്ധിച്ച് വലിയ ആശയക്കുഴപ്പം പാർട്ടിക്കകത്ത് നിലനിൽക്കുകയാണ്. നമുക്കറിയാം, ഇത് രണ്ടും നെഹ്റു കുടുംബത്തിന്റെ കുത്തകയായിരുന്ന 2 മണ്ഡലങ്ങളാണ്. പ്രത്യേകിച്ച് ഇന്ദിര, അതോടൊപ്പം തന്നെ രാജീവ് തുടങ്ങിയ പ്രമുഖ നേതാക്കൾ വർഷങ്ങളോളം പ്രതിനിധീകരിച്ച മണ്ഡലം, സഞ്ജയ് പ്രതിനിധീകരിച്ച മണ്ഡലമാണ്. 2004 മുതൽ സോണിയാണ് പിന്നീട് റായ്ബറേലിയിലെ MP. അമേഠി ആണെങ്കിൽ കഴിഞ്ഞ 2019 വരെ രാഹുലും. അങ്ങനെ എല്ലാ കാലഘട്ടങ്ങളിലും അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന 1977 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നീട് ഓരോ തെരഞ്ഞെടുപ്പിലും അത് നെഹ്റു കുടുംബത്തിന്റെ ഒരു കുത്തകയായിരുന്നു. പക്ഷെ അവിടുത്തെ മാറുന്ന സാഹചര്യം 2019 മുതലാണ് നമ്മൾ കണ്ടു തുടങ്ങുന്നത്. BJP കരുത്താർജിക്കുന്നു. ദേശീയ തലത്തിലും പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലുമൊക്കെ BJP കൂടുതൽ കരുത്താർജിക്കുന്ന ഘട്ടത്തിൽ നെഹ്റു കുടുംബത്തിന്റെ കുത്തക മണ്ഡലങ്ങളും പിന്നീട് BJPയുടെ കൈകളിലേക്ക് പോകുന്ന ഒരു പശ്ചാത്തലമുണ്ടായി. എന്തായാലും ഈ 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുവാൻ നെഹ്റു കുടുംബത്തിന് വലിയ താല്പര്യമില്ല. കാരണം പരാജയം ഏതാണ്ട് ഉറപ്പാണ്. അമേഠിയെ സംബന്ധിച്ച് ചിന്തിക്കേണ്ട കാര്യം പോലുമില്ല. അത് സ്മൃതി ഇറാനിയുടെ ഒരു മണ്ഡലമായി ഇതിനകം തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. 2014 സ്മൃതി ഇറാനി ചെറിയ ഭൂരിപക്ഷത്തിലാണ് പരാജയപ്പെട്ടത്. 2019 എത്തുമ്പോഴേക്കും രാഹുലിനെ അവിടെ പരാജയപ്പെടുത്തി കഴിഞ്ഞിരുന്നു സ്മൃതി ഇറാനി. കഴിഞ്ഞ 5 വർഷക്കാലം അമേഠിയുടെ മുഖച്ഛായ മാറ്റുന്ന വിവിധ വികസന പദ്ധതികൾ അവിടെ നടപ്പാക്കി. അവിടുത്തെ ഒരു MP ആയി മാറുവാൻ സ്മൃതി ഇറാനിക്ക് കഴിഞ്ഞു. രാഹുലിനെ പോലെ വല്ലപ്പോഴും വന്നു പോകുന്ന ഒരു ടൂറിസ്റ്റ് MP പോലെ ആയിരുന്നില്ല അമേഠിയിൽ ഈ സ്മൃതി ഇറാനി എന്നതാണ് വളരെ ശ്രദ്ധേയം. അതിനാൽ അമേഠിയെ സംബന്ധിച്ച് ഇനിയൊരു തിരിഞ്ഞു നോട്ടം കോൺഗ്രസിനെ സംബന്ധിച്ച് ആവശ്യമില്ല എന്നതാണ് കോൺഗ്രസിനകത്ത് തന്നെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. റായ്ബറേലി ആണെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 80 മണ്ഡലങ്ങൾ UPയിൽ ഉണ്ടെങ്കിൽ അതിൽ ഒരിടത്ത് മാത്രമേ കോൺഗ്രസ് വിജയിച്ചുള്ളൂ. അത് റായ്ബറേലിയിൽ സോണിയായിരുന്നു. പക്ഷേ അപ്പോഴും അവിടെ ഭൂരിപക്ഷം കുറയുന്നുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ 5 വർഷക്കാലം സോണിയ ഒരു തരത്തിലും മണ്ഡലത്തിൽ പ്രവർത്തനങ്ങൾക്കായി എത്തുന്നില്ല, പല കാരണങ്ങളാൽ. അതിനാൽ റായ്ബറേലി മണ്ഡലവും ഒരുപക്ഷെ ഇത്തവണ BJP പിടിച്ചെടുക്കുവാനുള്ള സാധ്യതയുണ്ട്. BJPയുടെ ഉത്തർപ്രദേശിലെ ടാർഗറ്റ് എന്നത് 80-ൽ 80 ആണ്. പ്രത്യേകിച്ച് രാമക്ഷേത്ര നിർമ്മാണമൊക്കെ പൂർത്തീകരിച്ചിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ യോഗി തരംഗം ഉത്തർപ്രദേശിലെങ്ങും യോഗി തരംഗം ആഞ്ഞടിക്കുന്ന ഒരു ഘട്ടമാണ്. അതിനാൽ ഉത്തർപ്രദേശിലെ 80-ൽ 80 സീറ്റും ഒരുപക്ഷെ BJP പിടിച്ചെടുക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അതിനാൽ നെഹ്റു കുടുംബത്തിന് പ്രത്യേകിച്ച് അമേഠിയിൽ രാഹുലിനും റായ്ബറേലിയിൽ സോണിയ ഒഴിയുന്ന ഘട്ടത്തിൽ അവിടെ മത്സരിക്കാൻ പ്രിയങ്കയ്ക്കും വ്യക്തിപരമായി താല്പര്യമില്ല എന്നുള്ളതാണ്. ഈ നേതാക്കൾക്ക് തന്നെ അറിയാം അവിടെ പോയാൽ പരാജയപ്പെടും. അമേഠിയെ സംബന്ധിച്ച് തോൽവി ഉറപ്പാണ്. റായ്ബറേലിയിൽ വേണമെങ്കിൽ ഒരു ശ്രമം നടത്താമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എങ്കിലും BJP ഒരുപക്ഷെ അവിടെ നുപുർ ശർമ്മയൊക്കെ നിർത്തുമെന്നത് സംബന്ധിച്ചൊക്കെയുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ മണ്ഡലവും പിന്നെ നോക്കണ്ട. അങ്ങനെയെങ്കിൽ രാഹുലും പ്രിയങ്കയും ഒരുപോലെ പരാജയപ്പെടുന്ന ഒരു പശ്ചാത്തലം ഒഴിവാക്കാൻ നെഹ്റു കുടുംബം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഉത്തർപ്രദേശ് PCCയും അതോടൊപ്പം തന്നെ ഈ ജില്ലാ കമ്മിറ്റികളും അമേഠിയും അതോടൊപ്പം തന്നെ റായ്ബറേലി തുടങ്ങിയ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളും പറയുന്നത് അവിടെ ഈ 2 നേതാക്കൾ വന്നു കഴിഞ്ഞാൽ വിജയപ്രതീക്ഷ ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു വലിയ ചലഞ്ച് BJPക്ക് കൊടുക്കാൻ സാധിക്കും. അതിനാൽ ഇരുവരും അങ്ങോട്ട് വരണം. മാത്രമല്ല, BJP ആകട്ടെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയുമാണ്. അമേഠിയിൽ സ്മൃതി ഇറാനി പലതവണ രാഹുലിനെ വെല്ലുവിളിച്ചു കഴിഞ്ഞു. ഇങ്ങനെ വയനാട്ട് പോലെ അങ്ങ് കേരളത്തിൽ പോയി മുസ്ലിം ലീഗിന്റെ വോട്ട് മേടിച്ച് ജയിക്കാതെ കുറച്ച് ധൈര്യമുണ്ടെങ്കിൽ അമേഠിയിൽ വന്ന് താങ്കളുടെ പഴയ കുത്തക മണ്ഡലത്തിൽ വന്ന് മത്സരിക്കൂ എന്ന വെല്ലുവിളി സ്മൃതി ഇറാനി പല ഘട്ടത്തിൽ നടത്തുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ വയനാട്ടിൽ നമുക്കറിയാം K സുരേന്ദ്രനെ പോലെ ഒരു കരുത്തനായ സ്ഥാനാർത്ഥിയെ BJP അവിടെയും ഇട്ടുകൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ കൂടി മത്സരിക്കൂ എന്ന വെല്ലുവിളിയാണ് BJP ഉയർത്തുന്നത്. റായ്ബറേലിയെ സംബന്ധിച്ചും
BJP വെല്ലുവിളിക്കുന്നു. സോണിയയുടെ മണ്ഡലം ഈ തവണ ഞങ്ങൾ പിടിച്ചെടുക്കുമെന്നാണ് BJPയുടെ അവകാശവാദം. അവിടെയും റായ്ബറേലിയിലേക്ക് ഇപ്പോൾ പ്രിയങ്കയെ BJP വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് ഉത്തർപ്രദേശ് PCCയും മറ്റും പറയുന്നത് ഈ വെല്ലുവിളിയിൽ നിന്നും പിന്നോട്ട് പോകാൻ പാടില്ല, അവിടെ രണ്ടുപേരും വരണമെന്നത്. അങ്ങനെ ഇതൊരു വലിയ ആശയക്കുഴപ്പമായി കോൺഗ്രസിനകത്ത് നിലനിൽക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ആവശ്യം ഉന്നയിക്കുമ്പോഴും ഈ പരാജയ ഭീതി അത് രണ്ടുപേർക്കും, രാഹുലിനും പ്രിയങ്കയ്ക്കും ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ്. ഇതുവരെ ഈ പട്ടികകളൊക്കെ തന്നെ പുറത്തു വന്നിട്ട് പോലും അവർ ഈ റായ്ബറയിലും അമേഠിയിലും മത്സരിക്കാൻ നിൽക്കുന്നില്ല എന്ന് പറയുന്നത്. രജനി, അത് തന്നെയാണ്. അതായത് റായ്ബറേലിയിലും അമേഠിയിലുമാണ് ഇവരെല്ലാം മത്സരിച്ചു കൊണ്ടിരുന്നത് എന്നതാണ് നമ്മൾ ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ടത്. ഇപ്പം ഉത്തർപ്രദേശ് PCCയും ജില്ലാ ഘടകങ്ങളും കരഞ്ഞു പറഞ്ഞിട്ട് പോലും ഈ രണ്ട് നേതാക്കൾ അങ്ങോട്ട് വരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ 2019 മുൻപ് എന്തായിരുന്നു സാഹചര്യം എന്ന് നമുക്കറിയാം. ഈ മണ്ഡലം നെഹ്റു കുടുംബത്തിന്റെ കുത്തക മണ്ഡലമാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ഇന്ദിര വർഷങ്ങളോളം പ്രതിനിധീകരിച്ച മണ്ഡലമാണ് റായ്ബറേലി. അമേഠി ആണെങ്കിലും രാജീവ് ഗാന്ധിയും അതോടൊപ്പം തന്നെ സഞ്ജയ് ഗാന്ധിയും ഒക്കെ പോലെയുള്ള ഈ നെഹ്റു പരിവാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ, അവർക്ക് അവിടെ ഒരു കാലിടർന്നത് നമ്മൾ കാണുന്നത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നമുക്കറിയാം കേരളവും കർണാടകവും ഒക്കെ ഒഴികെയുള്ള ദക്ഷിണ ഭാരതത്തിലെ ചില സംസ്ഥാനങ്ങൾ ഒഴിച്ചു നിന്നാൽ ബാക്കി ഭാരതത്തിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് വിരുദ്ധമായ വലിയ തരംഗം ആഞ്ഞടിക്കുകയും കോൺഗ്രസിന്റെ നേതാക്കളെ ജനങ്ങൾ ഓടിച്ചിട്ട് തോൽപ്പിക്കുകയും ചെയ്ത തെരഞ്ഞെടുപ്പാണ് 1977 മാർച്ചിൽ നടന്ന അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് മുൻപ് അമേഠിയും റായ്ബറേലിയും ഒക്കെ കൈവിട്ടു പോയത്. റായ്ബറേലിയിൽ അന്ന് ഇന്ദിര പരാജയപ്പെടുന്നു, രാജ്നാരായണനോട് പരാജയപ്പെടുന്നുണ്ട്. അമേഠിയിൽ സഞ്ജയ് ഗാന്ധി പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതിനുശേഷം വീണ്ടും അത് നെഹ്റു കുടുംബത്തിന്റെ കുത്തകയായി തന്നെ ഈ രണ്ട് മണ്ഡലങ്ങൾ മാറുന്നു. പക്ഷേ നരേന്ദ്രമോദി യുഗം 2014 ശേഷമുള്ള നരേന്ദ്രമോദി യുഗത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ അതുവരെയുള്ള സമവാക്യങ്ങളെല്ലാം മാറ്റിപ്പറിക്കുന്നതാണ് നരേന്ദ്രമോദി യുഗം എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനാൽ പഴയ കോൺഗ്രസിന്റെ കുത്തക മണ്ഡലം അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിന്റെ കുത്തക മണ്ഡലത്തിലൊന്നും ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ, പ്രത്യേകിച്ച് നെഹ്റു പരിവാറിന് തന്നെ അവിടെ മത്സരിക്കാൻ ഭയമാകുന്നു എന്ന നിലയിലേക്ക് ഉത്തർപ്രദേശിൽ കാര്യങ്ങൾ പോകുമ്പോൾ എത്രത്തോളം BJP അപ്രമാദിത്യമാണ് UP പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും കോൺഗ്രസിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അമേഠിയും റായ്ബറേലിയും സംബന്ധിച്ചുള്ള തിരക്കട്ട ചർച്ചകൾ നടക്കുന്നു. ഒരുപക്ഷെ 6 or 7 ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഈ രണ്ട് മണ്ഡലങ്ങളും ഉൾപ്പെടുത്തും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. രജനി, തീർച്ചയായിട്ടും എന്തായാലും ഇനിയും പട്ടിക പ്രഖ്യാപിക്കാനുണ്ട്. അതിലെങ്കിലും തന്നെ റായ്ബറയിലും അമേഠിയിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ നെഹ്റു കുടുംബത്തിൽ നിന്നുള്ളവർ തന്നെ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. ഈ കോൺഗ്രസിൻ്റെ പഴയകാല ആളുകളൊക്കെ തന്നെ പറയുന്നത് അവിടെ ഈ രണ്ട് മണ്ഡലങ്ങളിലും പ്രിയങ്കയും ഒപ്പം രാഹുലും മത്സരിക്കണമെന്ന് തന്നെയാണ്. പക്ഷേ അതിലും ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് കഴിയുന്നതിന് മുൻപ് തന്നെ ഈ ആശയക്കുഴപ്പങ്ങളൊക്കെ തന്നെ മാറ്റിയാൽ മതിയായിരുന്നു കോൺഗ്രസ് എന്നാണ് വീണ്ടും പറയാനുള്ളത്. ഗൗതം അനന്തനാരായണനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.